ഹലോ, ഇന്നത്തെ എൻ്റെ പുതിയൊരു കിച്ചൺ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ രാവിലെ കാപ്പിയുടെ ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഉപ്പുമാവായിരുന്നു രാവിലെ കഴിക്കാനായിട്ട്. ഉപ്പുമാവ് തക്കാളിക്കറി അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചയൊന്ന് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ കിച്ചൺ വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാനിത് അടുപ്പൊന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. ആദ്യം തന്നെ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കിയതും കുഞ്ഞുങ്ങൾക്കുള്ള കുറുക്കുണ്ടാക്കിയതും ഈ സ്റ്റൗവിലൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അതപ്പോൾ തന്നെ തുടച്ച് കളഞ്ഞില്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിങ്ങനെ എൻ്റെ ജോലിയൊക്കെ കഴിയുമ്പോൾ അങ്ങനെ തന്നെ തുടച്ചിടാറുണ്ട്. അങ്ങനെ ഇതെല്ലാം തുടച്ച് കൗണ്ടർ ടോപ്പിൻ്റെ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ, അവിടെയൊക്കെ വീഴും. അങ്ങനെ ഇതെല്ലാം തുടച്ച് ക്ലീനാക്കിയിട്ടു. പിന്നെ ഇതേ കുറച്ച് പാത്രങ്ങൾ തേക്കാനുണ്ടായിരുന്നു, ഉപ്പുമാവ് ഉണ്ടാക്കിയതൊക്കെ അതൊക്കെ കൊണ്ട് തേച്ച് കഴുകി കൊണ്ടുവന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഉപ്പ് ഭരണിയില്ലേ അത് വെക്കുന്നതും പിന്നെ ഇടികല്ല് വെക്കുന്നതും തുണിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്. അതൊക്കെ മാറ്റിയിട്ടും വേറെ പുതിയത് കഴുകിയത് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ഉപ്പ് ഭരണിയുടെ അടിയിൽ ഒരു കോയിൻ വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വെക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് വെച്ചു. എല്ലാം അത് രണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മത്തയുടെ കൂമ്പും പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് തോരൻ ഉണ്ടാക്കാൻ പോകണം. അതിലുള്ള അരപ്പ് ആദ്യം തന്നെ റെഡിയാക്കി എടുത്തു. പിന്നെ നമുക്കിന്ന് ഉച്ചത്തേക്ക് ഒഴിച്ചു കൂട്ടാനായിട്ട് ചെനച്ച ഏത്തപ്പഴം ഇല്ലേ അത് വെച്ച് മോരുകറി ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ അതിനുള്ള അരപ്പും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. കറണ്ട് പോയാൽ പണി കിട്ടും, അതുകൊണ്ട് അത് അരച്ചെടുത്തു കേട്ടോ. പിന്നെ 2 പഴം മേടിച്ചിട്ടുണ്ട്. പഴം എന്ന് വെച്ചാൽ ഒരുവിധം ചെനച്ച നല്ലോണം പഴുത്തില്ല, ചെനച്ചതാണ് കേട്ടോ, ചെനച്ച കായ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കായൊക്കെ ഒന്ന് അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പും പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. ആ നേരം കൂടി നമ്മുടെ മത്തയുടെ ഇലയൊക്കെ ഇല്ലേ അതൊന്ന് നല്ലപോലെ നല്ല മണ്ണുണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ മാർക്കറ്റിൻ്റെ സൈഡിലുണ്ടായിരുന്നു, റോഡ് സൈഡിലുണ്ടായിരുന്നതാണ്. പക്ഷെ നല്ല സ്ഥലമാണ് കേട്ടോ, കടയുടെ അരികത്തായതുകൊണ്ട് നല്ലതാണ്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കഴുകി മണ്ണൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുവാവയും പീലിമോളും എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ 2 പേരും പുറകെ വരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയാണ് ഈ മത്തയുടെ എല്ലാം കുറച്ചുള്ളൂ കേട്ടോ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പണ്ടൊക്കെ എൻ്റെ അമ്മയൊക്കെയുള്ള കാലത്ത് വീട്ടിൽ മത്തയൊക്കെ നടുവായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇലയൊക്കെ എടുത്ത് തോരനൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. ഇപ്പം അതിനൊന്നും സമയം കിട്ടാറില്ല, ഈ മത്തയുടെ ഇലയൊന്നും കിട്ടാറില്ല കേട്ടോ. കൊച്ചിയിൽ മാർക്കറ്റിലൊക്കെ ഇത് വിൽക്കാൻ കിട്ടും, ഇവിടെ ഒന്നും കിട്ടൂല കേട്ടോ. അങ്ങനെ കുറച്ചുള്ളൂ. അത് കഴുകി വന്നപ്പോൾ നമ്മുടെ കായ വേവിക്കാൻ വെച്ചത് നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കുവാണ്. അരപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു. തിളച്ച് വരുന്ന സമയം കൊണ്ട് മത്തയുടെ മത്തക്കൂമ്പ് അരിഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പീലിമൂള് പറയണ അവൾക്കത് കളിക്കാൻ കൊടുക്കാനാണ് പറയണത്. അങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ അരപ്പൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തൈര് ഒന്ന് മിക്സിയിലടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഉപ്പും ചേർത്ത് പിന്നെ ഒരു കഷ്ണം ശർക്കരയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്തു. അങ്ങനെ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മത്തയുടെ ആ കൂമ്പ് അരിഞ്ഞെടുത്തിട്ട് ഒന്നിച്ച് താളിക്കുകയും ചെയ്യാം, അതിൽ തന്നെ തോരൻ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അത് വേഗം അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മത്തയുടെ ഇലയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. ഇനി ആദ്യം തന്നെ കറിയിലേക്ക് താളിച്ചിടുന്നുണ്ട്. കടുകും കുറച്ച് ഉലുവയും 2 വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ താളിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ടൊന്ന് മൂടി വെക്കുവാണെങ്കിൽ അതിൻ്റെ മണം അതിൽ പിടിക്കണം കറിയിൽ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം തോരനും കൂടി എടുക്കുന്നുണ്ട്. തോരനെല്ലാം കൂടി താളിച്ച് കടുകും സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഉപ്പും ചേർത്ത് നല്ലപോലെ വഴന്ന് വന്നപ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മത്തയുടെ ഇല ഇട്ട് കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഞാൻ അരപ്പിൻ്റെ കൂടെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്താണ് അരപ്പ് റെഡിയാക്കിയത്. അപ്പോൾ പിന്നെ മുളക് പൊടി ഇടുന്നില്ല, ആവശ്യത്തിനുള്ള എരിവുണ്ടാവുമല്ലോ. 2 കറിക്കും എരിവ് കുറവാണ് എന്നാലും. പിന്നെ അതേ അരി കഴുകി കുക്കറിലേക്ക് ഇടാൻ പോവാണ്. ചോറ് ലാസ്റ്റാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ അരി കഴുകി കുക്കറിലേക്ക് ആക്കി നേരെ സ്റ്റവിലേക്ക് വെക്കണം. അപ്പോഴേക്കും നമ്മുടെ തോരൻ ആയിട്ടുണ്ട്, മത്തയില തോരൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇറക്കി വെച്ചിട്ട് അരിയുടെ കുക്കർ വെച്ച് കൊടുക്കുവാണ്. പിന്നെ അതേ തോരൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മുടെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി, കുറച്ച് പാത്രങ്ങളുണ്ട് അതും കൂടി ഒന്ന് കഴുകി കൊണ്ടുവരട്ടെ കേട്ടോ. അപ്പോൾ അത് കഴുകാൻ കൊണ്ട് പുറത്ത് കൊണ്ടുപോയിട്ടതിന് ശേഷം വീണ്ടും നമ്മുടെ കൗണ്ടർ ടോപ്പും മിക്സിയും ഒക്കെ ഒന്ന് തുടച്ചിടട്ടെ. ഞാനെപ്പോഴും എൻ്റെ ഓരോ പാചകം കഴിയുമ്പോഴും സ്റ്റൗ ഒന്ന് തുടച്ചിടും കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര നാൾ ഈ സ്റ്റൗ നിന്നത്. 2010 വാങ്ങിച്ച സ്റ്റൗ ആണ് കേട്ടോ. ചേട്ടനുള്ളപ്പോൾ വാങ്ങിയതാണ്. ഇതുവരെ ഞാൻ കൊണ്ട് നടന്നു. പിന്നെ ഒരു ബർണർ പോയിരിക്കുകയാണ്, അത് ശരിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി സ്റ്റൗ പുതിയത് വാങ്ങണം. ഒരു സ്റ്റൗ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയും കൂടി ഒന്ന് അടിച്ചിടുന്നുണ്ട് കേട്ടോ. രാവിലെ അടിച്ച് തുടച്ചതാണ് കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഒന്ന് അടിച്ചിട്ടു. അപ്പോൾ അടുക്കളയിലെ പണി ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ചോറും കൂടി വാർക്കണം. ചോറ് വെന്തിട്ട് വേണം വാർക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് തുണി മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കല്ലേ കൊണ്ട് അലക്കാൻ പോവുകയാണേ. അതിന് മുമ്പ് അലക്ക് കഴിഞ്ഞിട്ട് കുളിച്ചും കൂടി വരാമല്ലോ. അപ്പം ഒരു 4-3-7 മുടിയുള്ളൂ തലയിൽ. ആ മുടിയിൽ ഇത്തിരി വെളിച്ചെണ്ണ പറ്റുവാണ് കേട്ടോ. അപ്പോഴേക്കും അലക്കൊക്കെ കഴിയുമ്പോഴേക്കും വെളിച്ചെണ്ണ തലയിൽ പിടിക്കുമല്ലോ. അങ്ങനെ വെളിച്ചെണ്ണ ഒക്കെ പറ്റിക്കഴിഞ്ഞിട്ട് അലക്കാൻ പോവുകയാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ബക്കറ്റിന്. നമ്മുടെ ഇവിടെ ഒരു പുളിമരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം അത് വെട്ടി കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ വേസ്റ്റൊക്കെ കല്ലിൻ്റെ പുറത്ത് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് വേണം അലക്കാനായിട്ട്. ഞാൻ വല്ലപ്പോഴൊക്കെ അലക്കുള്ളൂ കേട്ടോ. അതുപോലെ വീട്ടിൽ നിൽക്കുമ്പോഴും ഞാനിപ്പോൾ ഇവിടെ വന്നേ പിന്നെയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അലക്കല്ലിലിട്ട് അലക്കുന്നത്. ഇവിടെ എന്താണെങ്കിലും അലക്കല്ലുണ്ട്. പിന്നെ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന കാക്കനാട് ആ ഭാഗത്തൊന്നും ഇങ്ങനെ അലക്കല്ലൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്ത് വിരിക്കാനുള്ള സൗകര്യം ഉണ്ടാവാറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മെഷീൻ വാങ്ങിച്ചത് തന്നെ. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും പിന്നെ ഞാൻ വീട്ടിൽ നിൽക്കുവാണല്ലോ, സമയമുണ്ടല്ലോ, അപ്പോൾ അലക്കാമെന്ന് വിചാരിച്ചു. കറണ്ട് കാശ് എന്തിനാണ് വെറുതെ കളയുന്നത്. അങ്ങനെ ഇത് അലക്കി ഊരാനായിട്ട് അപ്പുറത്ത് കൊണ്ടുപോകണം കേട്ടോ. ഊരിപ്പിഴിഞ്ഞെല്ലാം കൊണ്ടുവന്നത് തുണി വിരിക്കുവാണ്. വെയിലുണ്ട്. അപ്പോൾ പിന്നെ വെയിലത്തിട്ട് തന്നെ ഉണക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ മെഷീനത്തിലിട്ട് ഡ്രയറിലിട്ട് ഉണക്കിയെടുക്കാറാണ്. എന്നിട്ട് ഫാനിൻ്റെ ചോട്ടിൽ കൊണ്ടിടും കേട്ടോ. റൂമിൽ സ്റ്റാൻഡിൽ കൊണ്ടിടും. ഇപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ നേരെ ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തുണിയെല്ലാം വിരിച്ച് കഴിഞ്ഞു കേട്ടോ. തുണിയൊക്കെ വിരിച്ച് അകത്തേക്ക് വന്നപ്പോഴേക്കും നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അലക്കലിൻ്റെ അവിടെയും വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ ചോറിൻ്റെ കുക്കർ ഇവിടെ എയറൊക്കെ പോയി റെഡി ആയിരിക്കുവാണ്. അപ്പോൾ ചോറും കൂടി ഒന്ന് വാർത്തിടട്ടെ കേട്ടോ. കുക്കറിലെ ചോറ് നേരെ കലത്തിലേക്ക് മാറ്റിയിട്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് സൂര്യകരിയാണ്. അപ്പോൾ 2 വിസിലെടുത്താൽ മതി. മറ്റേ നമ്മുടെ റേഷൻ മട്ടരിയൊക്കെ ആണെങ്കിൽ ഞാനൊരു 4 വിസിലൊക്കെ എടുക്കാറുണ്ട്. നല്ലോണം വെന്താലേ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇത് ചോറ് വാർത്തിട്ടു. അപ്പോൾ ചോറിൻ്റെ വെള്ളമൊക്കെ പോയി. അപ്പം മോന് ചോറ് കൊടുക്കാനുള്ള സമയം കേട്ടോ. അലക്കാനൊക്കെ പോയി വന്നപ്പോഴേക്കും ചോറ് കഴിക്കാനുള്ള സമയമായി. എൻ്റെ മോന് 12 മണിയാകുമ്പോഴേക്കും വിശക്കാൻ തുടങ്ങും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ രാവിലെ കഴിക്കാനും ഉച്ചക്കത്തേക്കുള്ളതും വിളമ്പി വെച്ചിട്ടാണല്ലോ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവൻ 12 മണിയൊക്കെ ആകുമ്പോഴേക്കും എടുത്ത് കഴിക്കാറാണ്.
അപ്പോൾ ആ സമയമാകുമ്പോൾ അവൻ്റെ എപ്പോഴും വിശക്കും കേട്ടോ. അപ്പോൾ 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ വിശക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ സമയം 12:30 12:45 ആയിട്ടുണ്ട്. അപ്പോൾ ദേ അവന് ചോറ് കൊടുത്തതിന് ശേഷം ഞാനും കുളിക്കാൻ പോവാണ്. മോന് ചോറ് വിളമ്പി കൊടുത്തത് പീലിമോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്കും ചോറ് കൊടുക്കണം. ചോറ് കൊടുത്തതിന് ശേഷം ഞാൻ ദേ കുളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ദേ മോരുകറിയും മത്തനില തോരനും പിന്നെ രാവിലത്തെ തക്കാളി വാട്ടിയതുണ്ടായിരുന്നു കേട്ടോ എരിവിനായിട്ട്. അപ്പോൾ അതൊക്കെ വിളമ്പി കൊടുത്തു. പീലിമോളെ ചോറ് കഴിക്കാനായിട്ട് കൊടുക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ വരില്ല, മടിയാണ്. അങ്ങനെ നിർബന്ധിച്ചതേ അവർക്കും 2 പേരും അവിടെ മാറി നിൽക്കുവാണ് കേട്ടോ. കുഞ്ഞുമാവ് കുഴപ്പമില്ല, കഴിക്കാനായിട്ട് വിളിച്ചാൽ വരും. അങ്ങനെ പിള്ളേർക്ക് ചോറ് കൊടുത്ത് ഞാൻ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം ദേ എനിക്ക് കഴിക്കാനായിട്ട് വിളമ്പി എടുക്കുവാണേ. ഞാൻ വീട്ടിൽ നൈറ്റി ഉപയോഗിക്കാറില്ല കേട്ടോ. കുറേ വർഷമായി നൈറ്റി ഉപേക്ഷിച്ചിട്ട്. ചുരിദാറിൻ്റെ ടോപ്പ് തന്നെ പഴയത് ഞാൻ വീട്ടിലിടാറാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്രോക്ക് നൈറ്റി മോൾക്ക് വേണ്ടി വാങ്ങിയതാണ്. അവൾക്കത് ഇഷ്ടമില്ല. അപ്പോൾ ഞാനത് ഇടാമെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ ഇടാനായിട്ട് എടുത്തു കേട്ടോ. അങ്ങനെ ചോറൊക്കെ വിളമ്പെടുത്ത് കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഊണ് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ മധുരമുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ മോരുകറി. പൈനാപ്പിൾ കൊണ്ട് മോര് കാച്ചുന്നതും അതേപോലെ ഈ പഴം കൊണ്ട് മോര് കാച്ചുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എരിവിനായിട്ട് തക്കാളി വാട്ടിയതും കൂടി എടുക്കുന്നുണ്ട് കുറച്ച്. അങ്ങനെ ദേ മോര് കറിയും പിന്നെ മത്തനില തോരനും തക്കാളി വാട്ടിയതും എല്ലാം കൂടി ഉച്ചത്തെ ഊണ് കഴിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.